നായരമ്പലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച വ്യക്തികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും അനുമോദന ചടങ്ങും നായരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ബാങ്ക് വൈസ് പ്രസിഡന്റ് കൊച്ചുദേശ സൈമൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് KB ജോഷി അധ്യക്ഷത വഹിച്ചു. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടത്തി. സാംസ്കാരിക പ്രവർത്തകനായ സോമൻ താമരക്കുളം മുഖ്യപ്രഭാഷണം നടത്തി. നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ്, വാർഡ് മെമ്പർ വിജില രാധാകൃഷ്ണൻ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ PK രാജീവ്, MG രാമസ്വാമി, KG ഫ്രാൻസിസ്, PK രാജു, പ്രമോദ്, ജോണി ചക്കാലക്കൽ, അപ്പുക്കുട്ടൻ, ശൈല ബാബു തുടങ്ങിയവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രസിഡന്റ് ശ്രീ KB ജോഷി, സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ സോമൻ താമരക്കുളം അവർ, നമ്മുടെ ഗ്രാമമാതാവ് ശ്രീമതി നീതു ബിനോദ്, നമ്മുടെ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി വിജില രാധാകൃഷ്ണൻ, ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളെ, സെക്രട്ടറി, ബാങ്കിൻ്റെ ജീവനക്കാരെ, ബഹുമാനിതരായ സഹകാരികളെ, അവാർഡ് ജേതാക്കളായ പ്രമുഖ വിദ്യാർത്ഥികളും മറ്റ് ആദരണീയരായും. സഹകരണ ബാങ്കെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ബാങ്കാണ്. അവിടെ വേർതിരിവില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട് മാത്രമല്ല സഹകരണ ബാങ്കുകൾ നടത്തുന്നത്. കലാ സാംസ്കാരിക രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും എല്ലാം നമ്മുടെ ബാങ്ക് എപ്പോഴും പ്രവർത്തനനിരതമാണ്. ഓരോന്നും എണ്ണി പറയുന്ന കാര്യമില്ല. നിങ്ങളുടെ കണ്ണുമുമ്പിൽ തന്നെ നമ്മൾ കാണുന്ന സഹകരണ സ്റ്റോറ്, നീതി മെഡിക്കൽ, സഹകരണ ലാബ്, ഫിസിയോതെറാപ്പി സെന്റർ, ഹരിതഗ്രാമ റിസപ്ഷൻ, അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ കയ്യെത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വർഷങ്ങളായിട്ട്, ഇപ്പോഴല്ല എപ്പോഴും. കൂടാതെ സ്കൂളിലെ തുടക്ക ദിവസങ്ങളിൽ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ നവാഗതരാകുന്ന 1ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പുനർധർമ്മം നടത്തിയാലോടൊപ്പം ഇപ്പോൾ നമ്മൾ ചെലവഴിച്ചു പോകുന്നു. സഹകരണ മേഖല അത്തരം എല്ലാ കാര്യങ്ങളിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ നായരമ്പലം സർവീസ് സഹകരണ ബാങ്കും ഏതാണ്ട് എല്ലാ മേഖലകളിലും ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പോവുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു മറ്റൊരു ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ സമ്മേളനങ്ങൾ. നമ്മൾ എത്രമാത്രം വിദ്യാഭ്യാസ രംഗത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ ഓണം, വിഷു, ക്രിസ്മസ്, വിശിഷ്ട
വിവിധ മേഖലകളിൽ, അതായത് കലാ, കായിക, സാംസ്കാരിക മേഖലകളിലും തൊഴിൽ മേഖലയിലും ഒട്ടേറെ സംഭാവനകൾ നൽകിയ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ നമുക്കുണ്ട്. അവരെ ഓരോരുത്തരെയും നമ്മൾ അതാത് കാലത്തെ അവാർഡ് വിതരണ ചടങ്ങിൽ വിളിച്ച് ആദരിക്കുക എന്നുള്ളൊരു കീഴ്വഴക്കം നടത്തിപ്പോരുന്നതിലാണ്. മറ്റുള്ള ബാങ്കുകളെ സംബന്ധിച്ച് SSLCക്കും +1 +2 ഫുൾ A+ മേടിച്ചവരെ മാത്രം ആദരിക്കുമ്പോൾ നായരമ്പലം സർവീസ് സഹകരണ ബാങ്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ഒരുവിധം +2-നായാലും SSLCക്കായാലും വിജയിക്കുന്നവരെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവരുടെ മുന്നോട്ടുള്ള പഠനത്തിൽ അവർക്കൊരു ഉത്തേജനം നൽകുക എന്നുള്ള കാഴ്ചപ്പാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ പലിശരഹിത വായ്പ വിതരണം ചെയ്യുന്നത്. കേവലം 10 മാസം കൊണ്ട് അടച്ചു തീർക്കാവുന്ന പലിശരഹിത വായ്പകൾ ഇവിടെ ഇരിക്കുന്ന പലരും സ്വീകരിച്ചിട്ടുണ്ടാകും. നമ്മുടെ MLA എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാ അവാർഡ് പരിപാടികളിലും നമുക്ക് ഡോക്ടർമാരെ ആദരിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും 2 MBBS ഡോക്ടർമാരാണ് നമുക്കുണ്ടായിരുന്നത്. ഇത്തവണ നമുക്ക് 2 MBBS ഡോക്ടർമാരെ ആദരിക്കാനുള്ള കഴിവുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആയുർവേദ ഡോക്ടർമാരും 2 പേരുണ്ട്. അതുകൂടാതെ PhD 2 പേരുണ്ട്. പിന്നെ വ്യത്യസ്ത മേഖലകളിൽ, അതായത് ഡിഗ്രിക്ക് റാങ്ക് മേടിച്ചവരുണ്ട്. മറ്റു സാംസ്കാരിക മേഖലയിൽ ഇപ്പോൾ നമ്മുടെ ഗിരീഷ് കവി കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല നാടകകാരനുള്ള അവാർഡ് നേടിയ ഗിരീഷ് കവി നമ്മുടെ 12ാം വാർഡ് നിവാസി, ഏകദേശം കടപ്പുറത്തുള്ള ഗിരീഷ് കവി. അതേപോലെ തന്നെ നമ്മുടെ PHSലെ സഹപാഠിയായിരുന്ന രാജേഷ് രാമൻ, ശ്രേഷ്ഠ മത്സ്യത്തൊഴിലാളി പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള മുരളീചേട്ടൻ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾക്ക് കഴിവ് തെളിയിച്ചവരെ നമ്മൾ ഈ അവസരത്തിൽ ആദരിക്കുകയാണ്. നമ്മുടെ നായരമ്പലം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ KB ജോഷി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നീലു വിനോദ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായിട്ടുള്ള അനുജന്മാരെ, അനുജത്തിമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നായരമ്പലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലുള്ള നമ്മളിൽ നിന്നും വിട്ടുപോയവരും ഈ ഗ്രാമത്തിൻ്റെയും സർവീസ് സഹകരണ ബാങ്കിൻ്റെയും വികസനത്തിലും മറ്റും വലിയ പങ്കുവഹിച്ച, നമുക്ക് മുന്നേ സഞ്ചരിച്ച പൂർവ്വസൂരികളായ വ്യക്തിത്വങ്ങളുടെ സ്മരണകൾ ഉണർത്തുന്ന വിവിധങ്ങളായിട്ടുള്ള അവാർഡുകൾ, ഈ അനുമോദന ചടങ്ങും ക്യാഷ് അവാർഡ് വിതരണവും ഉൾപ്പെടെയുള്ള ഈ അനുമോദന സമ്മേളന പരിപാടി വളരെ സന്തോഷപൂർവ്വം ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. നമ്മുടെ നായരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഉന്നതമായ വിജയം നേടിയ SSLCക്കും അതുപോലെ +2 പരീക്ഷകളിലും ഏറ്റവും പ്രശംസാർഹമായ വിജയം നേടിയ എല്ലാ കുട്ടികളെയും ഒരു ബാങ്ക് ആദരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ വൈപ്പിൻ മണ്ഡലത്തിൽ ആദ്യമായിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചായത്ത് പലപ്പോഴും ചെയ്യാറുണ്ട്, ബാങ്കുകളിലെ ഇപ്പോൾ A+ നേടിയ കുട്ടികളെയാണ് പലപ്പോഴും തെരഞ്ഞെടുത്ത് ആദരിക്കുന്നത്.
ഇതുപോലൊരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് വൈപ്പിങ്കരയിൽ ഞാൻ പങ്കെടുക്കുന്നത്. അവാർഡ് തന്നെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും A+ഉം ഒക്കെ നേടിയ കുട്ടികൾക്ക് പുറമെ ബാക്കി ഉന്നത വിജയം നേടിയ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നത് ഒരു പക്ഷേ നായകരുടെ ബാങ്കിൻ്റെതായിരിക്കുമെന്ന് ഞാൻ കണക്കാക്കുക. ഇതിനു മുൻപേ എടുത്ത നായകരുടെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോഷിയെയും നമ്മുടെ രാജീവ് ഉൾപ്പെടെ പഴയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും സെക്രട്ടറിയെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വിജയം നേടിയ എല്ലാ കുട്ടികളെയും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്യുകയാണ്. അവർക്ക് അഭിനന്ദനത്തിൻ്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. അവർ നേടിയ ഈ വിജയം നമ്മുടെ നാടിന് അഭിമാനകരമായിട്ടുള്ള ഒന്നായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. തീർച്ചയായും ഈ വിജയം നേടുമ്പോൾ അവരെ നമ്മുടെ ഈ നാട്ടിൽ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും സ്വന്തം നാട്ടിൽ ഈ ജനിച്ച സ്ഥലത്ത് തങ്ങളുടെ രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം സാന്നിധ്യത്തിൽ ഇതുപോലൊരു അംഗീകാരം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. മറ്റെല്ലാ അവാർഡുകളെക്കാളും വളരെ ശ്രേഷ്ഠവും മഹത്തായ ഒരു ചടങ്ങും അതുപോലെ ആദരവുമായി തീരുമെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഈ വിജയം നേടിയതിന് ഏറ്റവും പ്രധാന പങ്ക് നമ്മുടെ കുട്ടികൾക്കുണ്ടെന്നുള്ള കാര്യത്തിൽ അവരുടെ കഠിനമായ പരിശ്രമവും പരിശീലനവും ഒക്കെയാണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കൾ അതിനേക്കാളും ഉപരി അവരെ പരിശീലിപ്പിച്ച നമ്മുടെ അധ്യാപകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ കാര്യത്തിലുള്ള കാലം മുതൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ ഗവൺമെന്റിന്റെ ഊഴത്തിൽ നമ്മളത് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിൽ പോലും വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഇത്തവണ നമ്മൾ വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ വൈപ്പിൻ കോളേജിന് വേണ്ടി മാത്രം സ്ഥലമെടുപ്പിനുള്ള 10 കോടി രൂപ കൂടാതെ പുതിയ കെട്ടിടത്തിന് 6 കോടി രൂപയാണ് നാം മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ അന്നപ്പുഴയിലും വൈപ്പിനിലുമുള്ള സർക്കാർ സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി 4 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാനെത്തുന്ന ഞാറക്കൽ ഫിഷറീസ് സ്കൂൾ 3.5 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നാം മുന്നോട്ട് വെച്ചത്. അങ്ങനെ പൊതുവിദ്യാലയത്തിന്റെ മേഖലയിൽ നമ്മൾ നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പൊതുവിദ്യാലയത്തിന്റെ മേഖലയിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ പരിമിതികളും അത് സർക്കാർ കാണുകയില്ല. കരസ്ഥമാക്കിയ ഡോക്ടർ അനുപമ എ, സിനിമാ നടൻ റാങ്കോടുകൂടി BSc ശ്രീ തങ്കപ്പന്റെ സ്മരണാർത്ഥം ഗവൺമെന്റ് അവാർഡ്. അടുത്തതായി താങ്ക് യു കൃഷ്ണ സാർ. ആദരണീയരായ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ, അതിലെല്ലാം അപ്പുറത്ത് തികച്ചും ഗ്രാമാന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയ എൻ്റെ കുട്ടികൾ, അവരുടെ അമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, പ്രിയപ്പെട്ടവർ, ഈ സഹകരണ സംഘത്തിന്റെ ചാലകശക്തിയായി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ അമ്മമാരോടും എനിക്ക് പറയാനുണ്ട്, രംഗങ്ങളോട് പറയാനുണ്ട്. മറ്റൊരു വിദ്യാഭ്യാസ അവാർഡുകളെ വ്യത്യസ്തമാക്കുന്ന വിധത്തിൽ നായകരും സർവീസ് സഹകരണ സമൂഹത്തിന്റെ നാനാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് അത്ലറ്റിക്, ഉന്നത വിദ്യാഭ്യാസ മേഖല, നാടകം, സിനിമ, പുത്തൻ സിനിമാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, അങ്ങനെ തുടങ്ങി ഫുട്ബോൾ, എല്ലാ സമസ്ത മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു അവാർഡ് പുരസ്കാര ചടങ്ങാണ് നടക്കുന്നത്. അതിലേറെ ശ്രദ്ധേയമായത്
മത്സ്യത്തൊഴിലാളി മേഖലയിൽ ശ്രേഷ്ഠമായ പ്രവർത്തനത്തിന് സമർപ്പണ ബുദ്ധിയുള്ള പ്രവർത്തനത്തിനും വെളിയിട്ടേറ്റ് നൽകുന്ന പുരസ്കാരം എടുത്തുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയ സഹപ്രവർത്തകർ, നാടകത്തിന്റെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയ ഗിരീഷ് ടിവിയുടെ നൽകുന്ന ഈ നാടിന്റെ അംഗീകാരത്തെ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ഇരിക്കുന്ന ഈ പുരസ്കാരത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികളും എല്ലാ വിദ്യാർത്ഥികളും അഭിമാനബോധത്തിന്റെ മുഹൂർത്തത്തിലാണ്. പ്രിയപ്പെട്ട എങ്ങനെ പറഞ്ഞതുപോലെ മറ്റേതൊരു പുരസ്കാരത്തെക്കാൾ വിരോധിക്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ നാട്ടിൽ നാം അറിയുന്ന നമ്മളറിയുന്ന ഒരു സമൂഹം ആയിരിക്കുക എന്നുള്ളത്. അത് ഉണ്ടാക്കുന്ന രണ്ടില്ലാക്കില്ല. ഒന്ന്, നമ്മുടെ അർപ്പണമായ മനോഭാവം, നമ്മുടെ മാനസികമായ പിന്തുണ ആ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തുക എന്നതാണ്. നായരുടെ സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന ഒരു മഹത്തായ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിയുന്നതിന് സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, എന്റെ സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ, നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറാൻ കഴിയാവുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ മക്കൾ എവിടെ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ BTS പഠിക്കുന്നു, പഠിക്കുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു എന്നൊക്കെ പറയാൻ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു എന്നൊക്കെ പറയാൻ കഴിയുന്നത് ഇവിടെ കേരളത്തിൽ ശേഷമുണ്ടായ ഗവൺമെന്റിന്റെ പ്രത്യേകമായ ചില നിയമങ്ങളും നിയമ നടപടികളുടെ ഭാഗമാണ്. ആശാശക്തിയുടെ പരിണിത ഫലമാണ് ഇതിന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ അഭിപ്രായത്തിൽ പറയാനുണ്ട്. ഇവിടെ കർഷക സമരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ അറിയുന്ന ഒരു സമരം പഞ്ചാബിലെ ഹരിയാനയിലേക്ക് നടത്തുന്നവരാണ്. പക്ഷേ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സമരം അയ്യങ്കാളിയുടെ സമരം. വില്ലുവണ്ടിയിലെ ധീരനായകരായിരുന്ന അയ്യങ്കാളി നടത്തിയ ധീരോദാത്തമായ സമരം വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അക്കാലത്ത് അധസ്ഥിതരായ ആളുകൾ, സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലായിരുന്നു. അക്കാലത്ത് നിങ്ങൾ തമ്പരാക്കന്മാരുടെ വിളഞ്ഞെടുക്കുന്ന നെൽപ്പാടങ്ങൾക്ക് ഞങ്ങൾ കർഷക തൊഴിലാളികൾ, ഞങ്ങൾ അധസ്ഥിതർ കൊയ്യണമെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യസിക്കാനുള്ള അവകാശങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം. അതായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യത്തെ കർഷക ബാങ്ക് നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ, അനുമോദിക്കുമ്പോൾ നിങ്ങളിൽ അർപ്പിതമാകുന്ന ചില ഉത്തരവാദിത്തങ്ങൾ, അത് ഈ നാടിനോടുള്ള, ഈ നാട്ടുകാരോടുള്ള ഉത്തരവാദിത്തമാണ്. കണ്ടിട്ടില്ല നാളെ ഉയർന്ന കസേരകളിൽ സർക്കാർ സംവിധാനത്തിലും മറ്റുള്ളവരുടെയൊക്കെ ചെന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥമുണ്ട്. ഒരർത്ഥമുണ്ട്. നേടിയിരിക്കും നമുക്ക് പക്ഷമുണ്ടാകും, കൃത്യമായ പക്ഷമുണ്ടാകണം. ആ പക്ഷം ഇല്ലാത്തവരുടെ പക്ഷമില്ല, വേദനിക്കുന്നവരുടെ പക്ഷമില്ല, അകറ്റി നിർത്തപ്പെട്ടവരുടെ പക്ഷമില്ല, അവന്റെ കണ്ണീരൊപ്പാനുള്ള പക്ഷമില്ല. ആ പക്ഷത്തിൽ നിന്നുകൊണ്ട് വേണം ഇന്ന് നാം ഏറ്റുവാങ്ങുന്ന പുരസ്കാരത്തിനുള്ള പ്രതിഫലമായി സമർപ്പിക്കുന്നത്. അതാണ് കുറിപ്പ് കൃത്യമായി പറഞ്ഞാൽ നാല് വരികളുണ്ട്. നാം സൂര്യനെ പോലെയാകണം. എൻ്റെ കുട്ടികൾ സൂര്യനെ പോലെയാകണം. സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു. സൂര്യനിൽ നിൽക്കുന്ന എല്ലാ ഊർജവും നാം സംഭരിക്കുന്നു. ചെടികൾ, ജീവജാലങ്ങളെല്ലാം ആവശ്യമായ ഓക്സിജൻ സ്വീകരിക്കുന്നു. എല്ലാ ഊർജവും നാം സൂര്യനിൽ സംഭരിക്കുന്നു. പക്ഷെ സൂര്യനായി നാം ഒന്നും നൽകുന്നില്ല. സൂര്യൻ കൂടുതലായിട്ട് പരിശ്രമിക്കുന്നില്ല. എല്ലാ കുട്ടികൾക്കും ഇനിയും ഇതുപോലെയുള്ള അവാർഡുകൾ കിട്ടുന്നത് നിങ്ങളുടെ ഒരു പ്രചോദനമാണ്. ഇനിയും അടുത്ത പ്രാവശ്യം പഠിച്ച കുട്ടികൾക്ക് പ്ലസ് ടുവിൽ ഇനിയും ഇതുപോലെയുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ ലഭ്യമാക്കാൻ വേണ്ടി സാധിക്കുന്നു. വിദ്യാഭ്യാസങ്ങൾക്ക് മാത്രമല്ല, കലാ കായിക മത്സരങ്ങൾ എല്ലാത്തിലും. കാരണം നമുക്ക് ഈ വേദിയുടെ ഫ്രണ്ടിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ അറിയാം. പല രീതിയിലും പല മേഖലകളാണ് അവരെല്ലാവരും ആദരവ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രചോദനമാവട്ടെ എന്ന് മാത്രം
ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ലഭ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. അനുശ്രീ PM